നമ്മുടെ ദൈനംദിന ജീവിത തിരക്കുകൾക്കിടയിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ റിലാക്സേഷന് വേണ്ടി നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തിരയുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഉടക്കുന്നൊരു സ്ഥലം തന്നെയായിരുന്നു മാലിദ്വീപ്. കാരണം എന്താണ്? അതിമനോഹരമായ പ്രദേശം അല്ലേ? ബീച്ചുകൾ, അതുപോലെ തന്നെ ദ്വീപ സമൂഹങ്ങളായി സമ്പന്നം, അതുപോലെ വൈറ്റ് സാൻഡി ബീച്ചുകൾ, അണ്ടർ വാട്ടർ മറൈൻ ലൈഫ്, അങ്ങനെ പലതും. എന്നാൽ ഇന്ന് ഈ ദ്വീപ് സമൂഹം ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഐലൻഡായിട്ട് മാറിയിരിക്കുന്ന വിവരം നിങ്ങൾ ഒരു പക്ഷേ അറിഞ്ഞു കാണും. ഇന്ത്യ മാലിദ്വീപ് സൗഹൃദ ബന്ധം വഷളാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിയുന്നു. നമുക്കറിയാം, മാലിദ്വീപിന്റെ ട്രേഡ് പാർട്ട്ണർ ആയിരുന്നു ഇന്ത്യ. മാലിദ്വീപിന്റെ പല ക്രൈസിസ് സമയത്തും, അതായത് കൊറോണ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന സമയത്ത് പോലും ഇന്ത്യ മാലിദ്വീപിനെ സഹായിച്ചിരുന്നു. പിന്നെ എന്തിനായിരുന്നു ഇന്ത്യയോട് ശത്രുത തോന്നാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കുകയും അവിടുത്തെ ടൂറിസം സാധ്യതകളെ കുറിച്ച് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ലോകത്തെ അറിയിക്കുകയും ചെയ്തു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത് ലോകരാജ്യങ്ങൾക്കും ലക്ഷദ്വീപ് എന്ന ദ്വീപിനെ കുറിച്ച് അറിയാൻ സാധിക്കുകയും ചെയ്തു. അപ്പൊ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത ഒരു സ്ഥലമായിട്ട് ലക്ഷദ്വീപ് മാറുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ശ്രദ്ധിക്കണം, മാലിദ്വീപിനെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുമില്ലായിരുന്നു. പക്ഷെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു പോസ്റ്റ് മാലിദ്വീപിലെ വളരെ അസ്വസ്ഥരാക്കുകയും അവിടെ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്തു. അതായത് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന ട്വീറ്റുകൾ മാലിദ്വീപ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. ഇനി ഈ പറയുന്ന മാലിദ്വീപിന്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് അവിടുത്തെ ടൂറിസം തന്നെയാണ്. ഇന്ത്യയോട് വളരെ ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 90,000 കിലോമീറ്റർ സ്ക്വയർ ഫീറ്റിലാണ് ഇത് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും റിസോർട്ടുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാലിദ്വീപിന്റെ പ്രാഥമിക വരുമാനം എന്താണ്? ടൂറിസം തന്നെയാണ്. ഇവിടെ ഏറ്റവും വലിയ ഇക്കണോമിക് ആക്ടിവിറ്റി തന്നെയാണ് ഈ പറയുന്ന ടൂറിസം. ഇതൊക്കെയാണ് മാലിദ്വീപ്സിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങൾ എന്ന് തന്നെ പറയാം. ഇനി ഇന്ത്യയും മാലിദ്വീപും ഒരു സൗഹൃദ ബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമായിരുന്നു. മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായും അയാൾ ഒരു ചൈനീസ് അനുകൂലിയാണല്ലോ. അതായത് മാലിദ്വീപിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. കൂടാതെ PPM ഉണ്ട്, അതായത് പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപ്. ഇതും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ്. ഇവിടുന്ന് ഉയർന്നു വന്ന ഒരാളായിരുന്നു അബ്ദുള്ള എമീൻ. ഇയാൾ 2014-15 കാലഘട്ടത്തിൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ചൈനയുമായി അടുത്തതും ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരുന്നതും ഒക്കെ. ചൈനയുമായി സൗഹൃദമായപ്പോൾ മാലിദ്വീപ് വിചാരിച്ചു ചൈന വലിയൊരു സഹായമാകുമെന്ന് കരുതി ചൈനയിൽ നിന്നും വായ്പയൊക്കെ എടുത്തു. ചൈന പണ്ട് ശ്രീലങ്കയ്ക്ക് കൊടുത്ത 8ന്റെ പണി മാലിദ്വീപ് അറിയാത്തത് കൊണ്ടോ എന്തോ ചൈനയുടെ പൊള്ളയായ വാദത്തിൽ വിശ്വസിച്ച് ചൈനീസ് ബാങ്കിൽ നിന്നും കടമൊക്കെ എടുത്തു. ചൈനയുമായി കരാറുകളൊക്കെ ഒപ്പുവെക്കുകയും എല്ലാം ചെയ്തു. എന്നാൽ 2018 വരെ യമീൻ ആയിരുന്നു അധികാരത്തിൽ. എന്നാൽ 2018 തിരഞ്ഞെടുപ്പിൽ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി അവിടെ ജയിച്ചു. അന്ന് അധികാരത്തിൽ വന്നത് മുഹമ്മദ് സ്വാലിഹ് ആയിരുന്നു. ഇദ്ദേഹം ഇന്ത്യയുടെ കടുത്ത അനുകൂലിയായിരുന്നു. അതുകൊണ്ട് തന്നെ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യൻ അനുകൂല പാർട്ടിയും കൂടിയായിരുന്നു. ആ സമയത്ത് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. ഈ 2019 മുഹമ്മദ് മൊയ്സുവിന്റെ പാർട്ടി പീപ്പിൾ നാഷണൽ കോൺഗ്രസ് അവിടെ സ്ഥാപിതമാവുകയാണ്. ഇവര് പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപ്സുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷമാണ്, അതായത് 2023 നടന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഇവർ നേരിടുകയാണ്. മുഹമ്മദ് മൊയ്സുവിന്റെ പീപ്പിൾ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, 2019 പെട്ടെന്ന് പൊട്ടി വിരിഞ്ഞ പാർട്ടിയാണ് ഇത്. പെട്ടെന്ന് വളരാൻ ശ്രമിക്കുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ ഈ ഒരു പാർട്ടിക്ക് കാര്യമായിട്ട് ഫണ്ട് നൽകുന്നത് ചൈന തന്നെയാണ്. ചൈന ഒന്നും കാണാതെ ഫണ്ട് ഇറക്കില്ല എന്നെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി പ്രയോഗിച്ച ഒരു ഏറുപടക്കം മാത്രമാണ് ഈ പീപ്പിൾ നാഷണൽ കോൺഗ്രസ്. എന്തായാലും മൊയ്സു അധികാരത്തിൽ വന്നതിന് ശേഷം
യാമീന് ഇത് തിരിച്ചടിയാകുകയും ഇത് മൊയ്സും യാമീനും തമ്മിൽ ഒരു ശത്രുത സൃഷ്ടിക്കുകയും ചെയ്തു. രസകരമായിട്ടുള്ള ഒരു വാർത്ത എന്തെന്നാൽ IMF, അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, മാലിദ്വീപ്സിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചൈന ഒരുക്കിയിരിക്കുന്ന വലയിൽ നിങ്ങൾ വീഴാതെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന്. അതായത് ശ്രീലങ്കയിൽ സംഭവിച്ച തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ മാലിദ്വീപ് ഇപ്പോൾ 3 ബില്യൺ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഇതിൽ 42% ചൈന നൽകിയിരിക്കുന്ന കടം തന്നെയാണ്. ഇതിലും രസമുള്ള കാര്യം എന്തെന്നാൽ ചൈന ഇനിയും കടം കൊടുക്കാൻ തയ്യാറുമാണ്, മാലിദ്വീപ് അത് വാങ്ങുവാനും തയ്യാറാണ്. ചൈനയുടെ ഈ ഒരു പണി തിരിച്ചറിയാൻ മാലിദ്വീപിന് കഴിയുന്നില്ലല്ലോ എന്നതാണ് മറ്റൊരു അത്ഭുതം. ഇപ്പോൾ മാലിദ്വീപിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പുതിയ ആർട്ടിഫിഷ്യൽ ഐലൻഡ് പണിയുക, നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം കൊണ്ടുവരിക. ഇതിനു വേണ്ടിയാണ് ചൈന പണം കൊടുത്തിരിക്കുന്നത്. ഇത്രയും കടം കൊടുക്കാനുള്ള ചൈനയുടെ ഉദ്ദേശം ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ദ്വീപിനെ പിടിച്ചെടുക്കാൻ ചൈനയ്ക്ക് ആക്സസ് കിട്ടുമല്ലോ, എന്നുവെച്ചാൽ ഇന്ത്യയെ വളയാൻ. പക്ഷേ ചൈനയെ വിശ്വസിച്ച് ചൈന അനുകൂലിയായ മുഹമ്മദ് മൊയ്സ് ഇത്രയും മനോഹരമായ ഒരു ദ്വീപിനെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയുള്ള നീക്കമാണ്. ഒരു കാര്യം ഓർക്കുക, ചൈന പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം ചൈനയ്ക്ക് വേണ്ടി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലെ പോർട്ട് വലിയ നിലവാരത്തിൽ തന്നെയാണ് പണിത് കൊടുത്തത്. പണിത് കഴിഞ്ഞപ്പോൾ 99 വർഷത്തിലേക്ക് ഇത് പാട്ടത്തിന് നൽകണമെന്നും പറയുന്നു. നിസ്സാരമായിട്ട് പറഞ്ഞാൽ കടം കൊടുത്ത് ആ ഒരു രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്ന രീതിയാണ് ഇപ്പൊ നടക്കുന്നത്. ഇതിനി സംഭവിക്കാൻ പോകുന്ന മാക്സിമം കടത്തിൽ മാലിദ്വീപിനെ മുക്കിയിട്ട് അതിൽ നിന്നും ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയില്ലെന്ന് ഉറപ്പുവരുമ്പോൾ ആ സ്ഥലത്തെ ചൈനയുടെ അധീനതയിലാക്കുക. ഇതിനെ വ്യക്തമായി ഇന്ത്യ എന്ന രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് അറിയാം. പക്ഷെ ചൈന ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ എന്ന രാജ്യം പൊട്ടാസ് കാണിച്ചാൽ പേടിക്കുന്ന ഒരു രാജ്യം ഒന്നുമല്ല. മാലിദ്വീപ്സിൽ വെറും 5 ലക്ഷം പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ സ്ഥിതി അതാണോ? ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയെ വെറും ഒരു ചെറിയ പോപ്പുലേഷനുള്ള ഒരു കൊച്ചു രാജ്യത്തെ വെച്ച് വെല്ലുവിളിക്കാൻ സാധിച്ചത് തന്നെ ആനമണ്ടത്തരം. ചൈനയുടെ ഷിൻജിയാങ് പ്രവിശ്യയിൽ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലമാണ്. മതത്തെ ഫോളോ ചെയ്യുന്ന കുറച്ച് വിഭാഗം അവിടെയുണ്ട്. അവിടെ ചൈന ചെയ്യുന്നത് എന്താണെന്നോ? ഒരു മുന്നറിയിപ്പുമില്ലാതെ അവിടുത്തെ ജനത്തെ പിടിച്ചു കൊണ്ടുപോവുകയും മതത്തെ ഫോളോ ചെയ്യാതെ കമ്മ്യൂണിസ്റ്റ് നിയമങ്ങളെ അനുകൂലിച്ച് മാത്രം ജീവിക്കുക എന്നൊക്കെയാണ്. ഇതൊന്നും ലോകം അറിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ചൈനയാണ് മുസ്ലിം പോപ്പുലേഷൻ കൂടിയ ഒരു കൊച്ചു രാജ്യത്തിന് കടം കൊടുക്കുന്നത്. ഫേക്ക് പ്രോമിസ് നൽകിയുള്ള ചൈനയുടെ വഞ്ചന മനസ്സിലാക്കാതെ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന മാലിദ്വീപ് ഇനി എന്ന് പഠിക്കും? അതിനു മുൻപേ ചൈനയെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്യും. ഇനി ചൈനയുടെ നീക്കങ്ങൾ മുൻകൂട്ടി ഇന്ത്യ കണ്ടിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് ഇന്ത്യ ഇന്ന് ഉദ്ഘാടനം ചെയ്ത മിനിക്കോയ് ഐലൻഡിലെ ജഡായി നേവൽ ബേസ് ഉയർന്നു വന്നിരിക്കുന്നത്. ചൈന ഇനി എത്ര വാഗ്ദാനങ്ങൾ മാലിദ്വീപിന് കൊടുത്താലും, ഫ്രീ ആയി സൈന്യത്തെയും എല്ലാം നൽകിയാലും ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ള ചൈനയുടെ ഒരു പദ്ധതിയും നടക്കില്ലെന്ന് ചൈന മനസ്സിലാക്കുക തന്നെ ചെയ്യണം.